അപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞൊരു ഡൗട്ട് ചോദിച്ചൊരു ടോപ്പിക്ക് വെച്ചിട്ട് ആദ്യം തുടങ്ങാം. ഫസ്റ്റ് മൊഡ്യൂളിലാണ് ഞാൻ മനഃപൂർവ്വം ഇത് പഠിപ്പിക്കാത്ത ഇതാണ്. അപ്പം മനഃപൂർവ്വം പഠിപ്പിക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ അത് പല പല കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നാലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ എന്തായാലും ഡൗട്ട് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം. എലമെൻസിനെ ബേസിക്കലി ടാഗുകൾ അല്ലെങ്കിൽ എലമെൻ്റ് ഉണ്ടല്ലോ, അതിനാണ് ഫോമിൽ വരുന്ന എലമെൻറ്റിനെ നമുക്ക് സെമാൻറ്റിക് എലമെൻസും നോൺ സെമാൻറ്റിക് എലമെൻസ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോൺ സെമാൻറ്റിക് എലമെൻസും ഉണ്ട്, സെമാൻറ്റിക് എലമെൻസും ഉണ്ട്. അപ്പോൾ സെമാൻറ്റിക് എലമെൻസ് എന്ന് പറയുന്നത് ക്ലിയർലി ഡിസ്ക്രൈബ്സ് ഇറ്റ്സ് മീനിങ്. അതിന് കൃത്യമായ ഒരു മീനിങ് ഉണ്ടാവും ടു ബോത്ത് ദ ബ്രൗസർ ആൻഡ് ദ ഡെവലപ്പർ. അതായത് ഡെവലപ്പർ ഇടുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും, ആ ഉദ്ദേശം ക്ലിയർലി അത് കാണുമ്പോൾ തന്നെ ബ്രൗസറിനും മനസ്സിലാവും. അതാണ് സെമാൻറ്റിക് എലമെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെമാൻറ്റിക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതിന് മീനിങ് എന്താണെന്നാണ്. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് സെമാൻറ്റിക് എലമെൻറ്റ്സ്. സെമാൻറ്റിക് എലമെൻറ്റ്സിന് എക്സാമ്പിളാണ് ഫോം നമ്മൾ പഠിച്ചില്ലേ. ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് കുറേ ഇൻപുട്ട് എലമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ടാവും. സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിലെ ഡാറ്റ എല്ലാം സെൻഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഡെവലപ്പർ ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഇടുന്നത്, ബ്രൗസർക്ക് കാണുമ്പോഴേ അത് മനസ്സിലാവും. ടേബിൾ ഒരു സെമാൻറ്റിക് എലമെൻ്റാണ്. ടേബിൾ എന്ന് പറയുന്നത് ഇടുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതിനകത്ത് ടേബിൾ ഉണ്ടാവും, ടേബിൾ റോ ഉണ്ടാവും, ഡാറ്റ ഉണ്ടാവും, അങ്ങനെ കാണിക്കേണ്ടതാണ്. അതുപോലെ വേറെ എലമെൻറ്റ്സ് ആണ് ആർട്ടിക്കിൾ. ഇത് നമ്മൾ കണ്ടിട്ടില്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഒരു എക്സാമ്പിളായിട്ട് മതി. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആവശ്യമുള്ളവർ മാത്രം ഒന്ന് കേട്ടാൽ മതി കേട്ടോ. ഈ ഫസ്റ്റ് പാർട്ട് പറയുന്നത്, അത് കഴിയുമ്പോൾ ഞാൻ CSSലേക്ക് പോകും, അത് എല്ലാവരും കേൾക്കണം. ഇത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെയാണ്. അപ്പോൾ പിന്നെയുള്ള അതുപോലെ വേറൊരു സെമാൻറ്റിക് എലമെൻ്റാണ് സെക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷനൊക്കെ സെമാൻറ്റിക് എലമെൻ്റാണ്. അപ്പോൾ ഈ സെക്ഷനാണ് ഡൗട്ട് ചോദിച്ചേക്കുന്നത്. സെക്ഷന് ക്ലിയർലി അർത്ഥമുള്ളതാണ്. സെക്ഷൻ ഒരു അർത്ഥമുണ്ട്. ക്ലിയർലി ഡിഫൈൻസ് ഇറ്റ്സ് കണ്ടൻറ്റ്. ഇതിനെല്ലാം അതിൻ്റെ കണ്ടൻറ്റ് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. നോൺ സെമാൻറ്റിക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ് കുറേ എലമെൻ്റ് ഉണ്ട്. അതായത് അതിന് കൃത്യമായ അർത്ഥമൊന്നുമില്ല, നമുക്ക് ഡെവലപ്പർ ഒരു എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഉദ്ദേശം എന്താണെന്നുള്ളതും പിന്നീട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതായത് ജാവാസ്ക്രിപ്റ്റിലൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ നോൺ സെമാൻറ്റിക് എലമെൻ്റാണ് ഡിവ്, സ്പാൻ ഒക്കെ. ഡിവ്, സ്പാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോൺ സെമാൻറ്റിക് എലമെൻ്റാണ്. അപ്പോൾ ടെൽസ് നത്തിങ് അബൌട്ട് ഇറ്റ്സ് കണ്ടൻറ്റ്. അതായത് ഡിവിനകത്ത് ഇന്ന കണ്ടൻറ്റേ കാണുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്പാനിനകത്ത് ഇന്ന കണ്ടൻറ്റേ കാണുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ടേബിളിൻ്റെ നമുക്ക് പറയാൻ പറ്റും, അതിനകത്ത് റോയും കോളവും ഒക്കെ കാണും. ഫോം ആണെങ്കിൽ അതിനകത്ത് ഇൻപുട്ട് എലമെൻറ്റ്സ് കാണും. സെക്ഷൻ ആണെങ്കിൽ അതിനകത്ത് പല കാര്യങ്ങൾ കാണും, അത് ഞാനിപ്പോൾ പറയാം. സെക്ഷൻ ആണെങ്കിൽ അതിനകത്ത് ഒരു ഹെഡിങ്ങും ഒരു പാരഗ്രാഫും ഒക്കെ കാണണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പാരഗ്രാഫ് ടാഗ് സ്പെസിഫിക്കലി യൂസ്ഡ് ഫോർ റൈറ്റിംഗ് പാരഗ്രാഫ്സ് ഇൻ HTML. നോ അതർ എലമെൻറ്റ്സ് സച്ച് ആസ് ഫോംസ്. പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ക്ലിയർലി ഒരു സിമ്പിൾ പാരഗ്രാഫിന് വേണ്ടിയിട്ടാണ്. അതിനകത്ത് പിന്നെ പാരഗ്രാഫിൻ്റെ ഇടയ്ക്ക് ഫോമോ അങ്ങനെ ബാറുകളോ അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. would be added in paragraph. The major web browsers will be render a paragraph tag with a margin above and below the paragraph. പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാരഗ്രാഫ് എഴുതുമ്പോൾ അതിന് മുകളിൽ ഇച്ചിരി സ്പേസ് കൊടുക്കും, താഴെ ഇച്ചിരി സ്പേസ് കൊടുക്കും. അതുപോലെ ആദ്യത്തെ കണ്ടൻറ്റ് ശകലം റൈറ്റിലേക്ക് മാറ്റിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് ലൈൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ P എന്ന് പറയുന്നത് എന്താണ്? സെമാൻറ്റിക് എലമെൻ്റ് ആണ്. കാരണം അതിനകത്ത് എഴുതിയേക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ അർത്ഥം ഉണ്ടാവും. എല്ലാ മേജർ ബ്രൗസേഴ്സിലും അതിന് പാരഗ്രാഫ് വിൽ ബി മാർജിൻ എബോവ് ആൻഡ് ബിലോ. മാർജിൻ എബോവും ബിലോ ഒക്കെ ആയിട്ടായിരിക്കും പാരഗ്രാഫ്. ഡിവ് നമ്മൾ പറഞ്ഞു. ഡിവ് എന്താണ്? നോൺ സെമാൻറ്റിക് ടാഗാണ്. നോൺ സെമാൻറ്റിക്. അപ്പോൾ ഡിവ് ഈസ് സിംപ്ലി എ ബ്ലോക്ക് കണ്ടെയ്നർ ഫോർ അതർ കണ്ടൻറ്റ്. ദ ഡിവ് എലമെൻറ്റ് ഹാസ് നോ സ്പെഷ്യൽ മീനിങ് അറ്റ് ഓൾ. അതിന് പ്രത്യേകിച്ച് യാതൊരു മീനിങ്ങും ഇല്ല. അത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും ഡിവ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഡിവ്. യു ക്യാൻ ആഡ് ഡിവിനകത്ത് ഇൻപുട്ട് എലമെൻറ്റ്സോ ഫോംസോ ഒക്കെ ആവാം. പാരഗ്രാഫ് പറഞ്ഞ ഇൻപുട്ട് എലമെൻറ്റ്സ്, ഫോംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാരഗ്രാഫിനകത്ത് പറ്റില്ല. ഡിവിനകത്ത് വേണേൽ പാരഗ്രാഫ് ഇടാം, പക്ഷേ പാരഗ്രാഫിനകത്ത് ഡിവ് ഇടാൻ പറ്റില്ല. വിതിൻ ദ ഡിവ് ടാഗ് യു ക്യാൻ ആഡ് ഇൻപുട്ട് ഐറ്റംസ് ലൈക്ക് ഫോംസ് ഓർ ഈവൻ പാരഗ്രാഫ് വിതിൻ ടാഗ്. അപ്പോൾ ഈ ഡിവ് ടാഗിനകത്ത് ഈ വക കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ പാരഗ്രാഫ് സ്പെസിഫിക്കലി ഒരു പാരഗ്രാഫിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് അതിനകത്ത് പിന്നെ വേറെ കാര്യങ്ങൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. ചിലതൊക്കെ കൊടുക്കാൻ പറ്റും, പക്ഷേ ചിലത് കൊടുക്കാൻ പറ്റില്ല. ഡിവ് ടാഗ് വിൽ ബി റെൻഡേർഡ് വിത്തൗട്ട് എനി മാർജിൻ അറ്റ് ഓൾ. പാരഗ്രാഫും ഡിവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നതെങ്കിൽ പാരഗ്രാഫ് എന്താണ്? പാരഗ്രാഫിന് മേളിലും താഴെയും മാർജിൻ ഉണ്ടാവും. പാരഗ്രാഫിന് ക്ലിയർലി അർത്ഥം ഉണ്ടാവും. പാരഗ്രാഫിന് നാവിഗേഷൻ ബാർ ക്യാൻ ബി ആഡഡ്. ദ മേജർ ബ്രൗസേഴ്സ് വിൽ ബി റെൻഡർ. ഇത് സെമാൻറ്റിക് എലമെൻ്റ് ആണ്. ഡിവ് നോൺ സെമാൻറ്റിക് എലമെൻ്റ് ആണ്. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അതായിരുന്നു ഒരു ഡൗട്ട് ചോദിച്ചിരുന്നത്. അപ്പോൾ ഡിവിന് മാർജിനൊന്നും ഉണ്ടാവില്ല, ഈ വക കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എങ്ങാനും ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ പറയാൻ മാത്രം ഓർത്തിരിക്കുക. ഇനി പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ആവാം. ഇത് കണ്ടോ, ഇതൊരു വാലിഡ് സിൻറ്റാക്സ് ആണ്. ഒരു ഡിവ് അതിവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്തു, അതിനകത്ത് വേറൊരു ഡിവ് കൊടുത്തേക്കുകയാണ്.
അതിനകത്ത് വേറൊരു ഡിവ് കൊടുത്തേക്കുവാണ്. ഇത് വാലിഡാണ് സാധനം. ഇങ്ങനെ കൊടുക്കുന്നത് വാലിഡ്, അതായത് ഒരു ഡിവിനകത്ത് ഒരു ഡിവ് ആവാം. ഇനി ഈ കൊടുത്തേക്കുന്നുണ്ടോ, ഇത് ഈ ഡിവിനകത്ത് ഒരു പാരഗ്രാഫാണ് കൊടുത്തേക്കുന്നത്. ഡിവിനകത്ത് പാരഗ്രാഫ് കൊടുക്കാം, ഇതും വാലിഡാണ്. ഡിവിനകത്ത് പാരഗ്രാഫ് ആവാം, കാരണം ഡിവിനകത്ത് പാരഗ്രാഫ് ആവാം, ഫോം ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊരു ഡിവ്, ഇതിൻ്റെ കണ്ടൻറ്റ് മാത്രം. ഇപ്പോൾ ഒരു CSS ഇതിനകത്ത് വരുന്ന ഡിവിനകത്ത് വരുന്ന ഒരു പെർട്ടിക്കുലർ കുറേ കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ ഒരു ഒരു പെർട്ടിക്കുലർ രീതി കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഡിവിന് ഒരു CSS പറഞ്ഞു കൊടുത്താൽ മതി. അതുകൊണ്ട് അങ്ങനത്തെ ഉപയോഗങ്ങളാണ്. അതായത് ഡിവ് ആസ് ഇറ്റ് ഈസ്, ഡിവ് എന്ന് കൊടുത്താൽ അതിന് വ്യത്യാസമുണ്ട്. പക്ഷേ പാരഗ്രാഫ് എന്ന് കൊടുത്താൽ എന്താണുള്ളത്, പാരഗ്രാഫ് കൊടുത്താൽ എപ്പോഴും അതിൻ്റെ മേളിലും താഴെ മാർജിൻ കാണിക്കും, പിന്നെ ഇൻറ്റൻ്റ് ഒക്കെ ചെയ്തൊക്കെ കാണിക്കും. അങ്ങനത്തെ അർത്ഥമൊക്കെ ഇതിനുണ്ട്. പക്ഷേ ഡിവിന് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഡിവ് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഡിവ് വെച്ചിട്ട് നമുക്ക് ഒരു ഗ്രൂപ്പ് ചെയ്യുകയാണ് ബേസിക്കലി. അതായത് ഡിവിനകത്തുള്ളതല്ല, ഇപ്പോൾ ഒരു CSS പറഞ്ഞു കൊടുക്കാം നമുക്ക്, ഡിവിനകത്തുള്ളതല്ല ഒരു പെർട്ടിക്കുലർ കളറിൽ കാണിക്കണം. അപ്പോൾ ആ ഗ്രൂപ്പെല്ലാം അതിനകത്ത് കാണിക്കും. അങ്ങനത്തെ ഉദ്ദേശമാണ്. അതായത് ബൈ ഡീഫോൾട്ട് അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ വ്യത്യാസമുള്ളത് ഇത് കണ്ട, ബട്ട് നോട്ട്. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് യു ക്യാൻ ഹാവ്, ഇത് രണ്ടും ആവാം. ഡിവിനകത്ത് ഡിവ് ആവാം, ഡിവിനകത്ത് പാരഗ്രാഫ് ആകാം. ബട്ട് നോട്ട്, പറ്റില്ലാത്ത എന്തൊക്കെയാണ്, പാരഗ്രാഫിനകത്ത് ഡിവ് പറ്റില്ല, പാരഗ്രാഫിനകത്ത് പിന്നെ ഡിവ് പറ്റില്ല, ഇത് പറ്റില്ല. ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന സാധനം പറ്റില്ലാത്തതാണ്. അതുപോലെ തന്നെ പാരഗ്രാഫിനകത്ത് വേറൊരു പാരഗ്രാഫ്, നെസ്റ്റഡ് പാരഗ്രാഫും സമ്മതിക്കില്ല, ഇതും ഇൻവാലിഡാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഇൻവാലിഡ്. അപ്പോൾ ഓർത്തോളുക, പാരഗ്രാഫിനകത്ത് ഡിവോ പാരഗ്രാഫിനകത്ത് പാരഗ്രാഫോ പറ്റില്ല, പക്ഷേ ഡിവിനകത്ത് ഡിവും ഡിവിനകത്ത് പാരഗ്രാഫും പറ്റും. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്നത്. ഡിവ് ഈസ് എ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് ആൻഡ് സ്പാൻ ഈസ് ആൻ ഇൻലൈൻ എലമെൻറ്റ്. ഇനി സ്പാനുമായിട്ടുള്ള സ്പാൻ എന്താണെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഡിവ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റാണ്. അത് ഞാൻ കാണിച്ചു തരാം. രണ്ടും ഡിവും സ്പാനും തമ്മിലുള്ള ഡിഫറൻസാണ്. അപ്പോൾ ഡിവ് എന്ന് പറയുന്നത് ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്, സ്പാൻ ഇൻലൈൻ എലമെൻ്റാണ്. കാരണം ഡിവ് എന്ന് പറയുന്ന ഒരു സാധനം കണ്ടാൽ അപ്പം തന്നെ അടുത്ത ലൈനിൽ പോയിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. പക്ഷേ സെക്ഷൻ അങ്ങനെയല്ല, സെക്ഷൻ അടുത്ത ലൈനിലേക്ക് പോയില്ല. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സംശയം തോന്നും, എന്തിനാ ഇങ്ങനെ ഡിവും സെക്ഷനും രണ്ടിനും. ഡിവാണ് അടുത്ത ലൈനിൽ പോവും, സെക്ഷൻ ഇത് പ്രത്യേകിച്ചൊന്നും വരില്ല. അപ്പോൾ എന്തിനാ അങ്ങനെ ഒരു സ്പാനാണ്. സെക്ഷനെ പറ്റി പറഞ്ഞിട്ടില്ല, കൺഫ്യൂഷൻ വരണ്ട. അപ്പോൾ സ്പാൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, സ്പാനും ഈ പറഞ്ഞ പോലെ തന്നെ ഉദ്ദേശമാണ്. സ്പാൻ അതായത് അടുത്ത ലൈനിലേക്ക് നിങ്ങൾക്ക് അടുത്ത ലൈനിൽ പോകണ്ട, ഈ ലൈനിൽ തന്നെ കാണിച്ചാൽ മതി. പക്ഷേ ആ സ്പാനിനകത്ത് വരുന്ന, അതായത് കുറച്ച് കണ്ടൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ പറയണം, ഒരു റെഡ് കളറിൽ കാണിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ ഒരു ഇറ്റാലിക്സിൽ കാണിക്കണം. അങ്ങനെ വന്നാൽ നമ്മൾ അതൊരു സ്പാനിനകത്ത് കൊടുക്കും. എന്നിട്ട് സ്പാനിന് ഒരു ക്ലാസ് കൊടുക്കും, ക്ലാസ് വെച്ചിട്ട് CSS പറഞ്ഞു കൊടുക്കും. അതാണ്. Div should be used to wrap sections of documents while use spans to wrap small portions of the text. ഈ ഡിവ് കുറച്ചുകൂടെ വലിയ കാര്യങ്ങൾ, കുറച്ച് വലിയ സെക്ഷൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവ് ഉപയോഗിക്കുന്നത്. സ്പാൻ യൂഷ്വലി ചെറിയ പോർഷന് വേണ്ടിയിട്ടാണ് സ്പാൻ ഉപയോഗിക്കുന്നത്. ചെറിയ ടെക്സ്റ്റ് അല്ലെ ചെറിയ ഇമേജ് അതൊക്കെ നമ്മൾ സ്പാനിനകത്തായിരിക്കും കൊടുക്കുന്നത്. ഡിവ് എപ്പോഴും അടുത്ത ലൈനിൽ പോയിട്ട് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. സ്പാൻ പക്ഷേ ഇൻലൈനാണ്. അതാണ് ഡിവും സ്പാനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഡിവും സ്പാനും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാൻ ഈ HTML പേജ് ഉണ്ട്. ഇതിനകത്ത് HTML ബോഡി ഉണ്ട്, ഒരു ഹെഡിങ് 1 ഉണ്ട്, ഇത് സെക്ഷൻ എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പാൻ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ദിസ് ഈസ് സ്പാൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഇൻലൈൻ എലമെൻ്റാണ്. ഇനി ദിസ് ഈസ് ഡിവ് എന്ന് പറയുന്നത് അതിനകത്ത് സ്പാനിനകത്ത് ഡിവ് കൊടുത്തേക്കുവാണ്. ദിസ് ഈസ് ഇൻസൈഡ് സ്പാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിവ് ഞാൻ പറഞ്ഞു ബ്ലോക്ക് ലെവൽ എലമെൻ്റാണ്. അപ്പോൾ ഈ ഡിവ് കണ്ട അപ്പം തന്നെ അടുത്ത ലൈനിലേക്ക് പോകും. ഇവിടെ വെച്ച് ഡിവ് ക്ലോസ് ചെയ്തു. ദിസ് ഷുഡ് ബി കണ്ടിന്യൂഷൻ ഓഫ്, ഇത് സ്പാനിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇനി അതുപോലെ തന്നെ താഴത്തേത് ആദ്യത്തേത് സ്പാനിനകത്ത് ഡിവാണ്, ഡിവിനകത്ത് സ്പാനാണ്. ഈ രണ്ടും നമുക്ക് കണ്ടു നോക്കാം. സ്പാൻ ഡിവ് ദിസ് ഈസ് സ്പാൻ എന്നുള്ളത് ഇവിടെ കണ്ടു. ഡിവ് കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ലൈനിലേക്ക് പോയി. ദിസ് ഈസ് ഇൻസൈഡ് സ്പാൻ ഡിവ്, ദിസ് ഈസ് ഇൻസൈഡ് സ്പാൻ ഇൻ ഡിവ് എന്നുള്ളതുണ്ട്. ഡിവ് കണ്ടപ്പോൾ ഓട്ടോമാറ്റിക് അടുത്ത ലൈനിലേക്ക് പോയി.
ആ ഡിവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞുള്ള ഭാഗം വീണ്ടും ദിസ് ഈസ് കണ്ടിന്യൂഷൻ ഓഫ് സ്പാൻ എന്നുള്ളത് ഡിവ് മാത്രം ഒരു ലൈനിൽ കാണിക്കും, ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കും. അതേസമയം ഇവിടെ ഒരു ഡിവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ദിസ് ഈസ് ഡിവ് കണ്ടൻറ്റ് എന്ന് കഴിഞ്ഞിട്ട് ദിസ് ഈസ് സ്പാൻ ഇൻസൈഡ് ഡിവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ഡിവ് കണ്ടൻറ്റ്, ദിസ് ഈസ് സ്പാൻ ഇൻസൈഡ് ഡിവ്. അപ്പോൾ കണ്ടോ, സ്പാൻ വന്നപ്പോൾ സ്പാൻ അടുത്ത ലൈനിലേക്ക് പോയില്ല, ഡിവ് പക്ഷേ അതേസമയം ഇതിനകത്ത് ഡിവ് കൊടുത്തപ്പോൾ ഡിവ് അടുത്ത ലൈനിൽ പോയാണ് കാണിച്ചത്. ഈ കിടക്കുന്ന കണ്ടൻറ്റ് സ്പാനിനകത്തുള്ള ഡിവാണ്, അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെ ഒരു സ്പാനാണ്, ആ സ്പാനിനകത്തൊരു ഡിവ് കൊടുത്തേക്കുവാണ്, ഡിവ് മാത്രം ഒരു ലൈനിൽ കാണിക്കും. ഇത് മൊത്തം ഒരു ഡിവിനകത്താണ്, അതുകൊണ്ട് അതൊരു ലൈനിൽ കാണിച്ചു. പക്ഷേ ഇതിനകത്ത് ഇത്രയും ഭാഗം നമ്മളൊരു സ്പാനിലാണ് കൊടുത്തേക്കുന്നത്, ആ സ്പാൻ മാത്രം വേറെ സെപ്പറേറ്റ് ഒന്നും കാണിച്ചില്ല. അതാണ് ഡിവും സ്പാനും തമ്മിലുള്ള ഡിഫറൻസ്, ഡിവും സ്പാനും. അപ്പോൾ നമ്മൾ ഡിവ് പഠിച്ചു, പാരഗ്രാഫ്, ഡിവും പാരഗ്രാഫും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു, ഡിവും സ്പാനും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. ഇത് അത്രയ്ക്കങ്ങ് ഇമ്പോർട്ടൻ്റ് അല്ല, താല്പര്യമുള്ളവരൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഞാൻ ചോദിക്കാൻ മേലായില്ല, വേണേൽ ചോദിക്കാം, ഞാൻ മനഃപൂർവ്വം ഇത് പഠിപ്പിക്കായിരുന്നു. അപ്പം ഇനിയുള്ളത് സെക്ഷനാണ്. സെക്ഷൻ എന്താണെന്നാണ് ആൾക്കാർ ചോദിച്ചത്. സെക്ഷൻ ഈസ് എ തീമാറ്റിക് ഗ്രൂപ്പിംഗ് ഓഫ് കണ്ടൻറ്റ്സ് ടിപ്പിക്കലി വിത്ത് എ ഹെഡിങ്. അതായത് സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിലൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടാകത്തില്ലേ, ഹെഡിങ്ങും അതിൻ്റെ അടി പാരഗ്രാഫും, അങ്ങനത്തെ ചാപ്റ്റേഴ്സ് പോലെ ഒരു ചാപ്റ്ററിനാണ് ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ടിപ്പിക്കലി ഒരു ഹെഡിങ് കാണും. സെക്ഷൻ ടാഗ്സ് ഡിഫൈൻസ് ദ സെക്ഷൻസ് ഓഫ് ദ ഡോക്യുമെൻറ്റ് സച്ച് ആസ് ചാപ്റ്റേഴ്സ്. ചാപ്റ്റർ പോലെ ഉണ്ടാവും, അതിനടിയിൽ ഹെഡിങ്ങും കാണും. അപ്പോൾ സെക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സെക്ഷൻ നമ്മളിവിടെ പറഞ്ഞു സെക്ഷൻ സെമാൻറ്റിക് എലമെൻ്റ് ആണ്, നോൺ സെമാൻറ്റിക് അല്ല. നോൺ സെമാൻറ്റിക് ആണ് ഡിവും സ്പാനും ഒക്കെ നോൺ സെമാൻറ്റിക് ആണ്. പാരഗ്രാഫ് സെമാൻറ്റിക് ആണ്, കാരണം അതിനൊരു അർത്ഥമുണ്ട്, അതൊരു വേറെ സെപ്പറേറ്റ് ലൈനിലായിരിക്കും കാണിക്കുന്നത്. ഡിവും സ്പാനും എന്ന് പറയുന്നത് ഇതിനു മുമ്പ് പറഞ്ഞ ഡിവിൻ്റെ പ്രത്യേകത എന്താ, അടുത്ത ലൈനിൽ പോകുമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഡിഫറൻസും ഇല്ല. സ്പാൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും വരത്തില്ല, അത് അതിനകത്ത് തന്നെ കാണും. ഡിവ് പക്ഷേ അതേസമയം അടുത്ത ലൈനിൽ പോകും എന്നൊരു കാര്യം മാത്രം. അപ്പോൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഒരു ചാപ്റ്റർ പോലെയാണ്, അതിനകത്ത് ഹെഡിങ്ങും അതിനകത്ത് യൂഷ്വലി ഒരു സെക്ഷനകത്ത് ഒരു ഹെഡിങ്ങും ഒരു പാരഗ്രാഫും കാണും, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ സെക്ഷൻ ടാഗിൻ്റെ വർക്കിംഗ് നമുക്ക് കാണാം. ഇവിടെ ഇപ്പം ബോഡി ഹെഡിങ് 1 കൊടുത്തിട്ടുണ്ട്, ഒരു സെക്ഷൻ, അതിനകത്തൊരു ഹെഡിങ്, ഒരു പാരഗ്രാഫ്. ഇതാണ് ഒരു ടിപ്പിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്, ഇതാണ്. അതിനകത്തൊരു ഹെഡിങ്ങും കാണും, ഒരു പാരഗ്രാഫും കാണും. ഇനി അടുത്ത സെക്ഷൻ ഇവിടെ ഉണ്ട്, സെക്ഷൻ, ഹെഡിങ്, പാരഗ്രാഫ്. ഈ സെക്ഷൻ ഇവിടെ തുറന്നു, ഇത് വേറൊരു സെക്ഷനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ പേജ് ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം, അതിൻ്റെ താഴേക്ക് കുറച്ചുകൂടെ കണ്ടന്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. സെക്ഷൻ ഇതാ, ഇത് കണ്ടില്ലേ, ഇത് ആദ്യത്തെ മെയിൻ സെക്ഷന് പുറത്തുള്ള ഹെഡിങ് ആണിത്. സെക്ഷന് പുറത്തുള്ള ദിസ് സെക്ഷൻ എലമെൻ്റ് എന്ന് കാണിച്ചിരിക്കുന്നത് ഇതാണ്. അത് കഴിഞ്ഞ് ഹെഡിങ് 2 പാരഗ്രാഫ്. ഇവിടം തൊട്ട് ഇവിടെ വരെ ഒരു സെക്ഷനാണ്. ഈ ഹെഡിങ് ഇതിനകത്ത് വരുന്നു, ഈ ഹെഡിങ് അതിൻ്റെ പാരഗ്രാഫ്, അടുത്ത ഹെഡിങ് അതിൻ്റെ പാരഗ്രാഫ്. അങ്ങനെയാണ് 2 സെക്ഷനായിട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഈ പേജിന് താഴോട്ടുള്ള ഭാഗം കണ്ടു നോക്കുക, അത് ഈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അത് കഴിഞ്ഞുള്ള ഭാഗത്തിൽ ഞാനൊരു സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിനകത്തൊരു ഹെഡിങ് ഉണ്ട്, ഒരു പാരഗ്രാഫ് ഉണ്ട്. എന്നിട്ട് ആ സെക്ഷനകത്ത് തന്നെ വേറൊരു സെക്ഷൻ കൊടുത്തേക്കാണ്, അതിനകത്ത് വീണ്ടും H1 എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, H1 എന്ന് പറയുന്ന വേറെ 2 ഹെഡിങ് സബ് സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ ആദ്യത്തെ സെക്ഷനകത്ത് ഹെഡിങ് 1 കൊടുത്തിട്ടുണ്ട്, അതുപോലെ അതിനകത്തുള്ള സെക്ഷനകത്ത് വീണ്ടും ഹെഡിങ് 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെഡിങ് 1, 2 ഹെഡിങ് 1 ആണ്. H1 നമ്മൾ പറഞ്ഞു ഹെഡിങ്ങിൽ ഏറ്റവും മുഴുത്ത സൈസിൽ കാണിക്കുന്നതാണ്. അപ്പോൾ H1 എല്ലാ സ്ഥലത്തും ഒരേ സൈസിൽ കാണിക്കണ്ടേ. പക്ഷേ ഈ പേജ് നിങ്ങൾ നോക്കിക്കോ, ആദ്യം കൊടുത്തേക്കുന്ന ഈ 1 എന്ന് കൊടുത്തേക്കുന്നത് ഒരു സെക്ഷനകത്ത് ഡയറക്റ്റ്ലി വരുന്ന ഹെഡിങ് ആണ്, അത് വലിയ സൈസിൽ കാണിച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് പാരഗ്രാഫ് കണ്ടന്റ് ഓഫ് സെക്ഷൻ 1 എന്നുള്ളത് അതിൻ്റെ താഴെ കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ H1-നകത്ത് 1.1 എന്ന് കൊടുത്തേക്കുക. പക്ഷേ ഈ 1.1 ഈ 1-നെ കഴിഞ്ഞ് ചെറുതായിട്ടാണ് കാണിച്ചേക്കുന്നത്. രണ്ടും ഹെഡിങ് 1 ആണ് അല്ലേ, രണ്ടും ഹെഡിങ് 1 ആണ്. പക്ഷേ രണ്ടും ഒരെണ്ണം വലുതായിട്ടും ഒരെണ്ണം ചെറുതായിട്ടുമാണ് കാണിച്ചേക്കുന്നത്. കാരണം ഈ സെക്ഷന് അകത്താണ് ഈ ഹെഡിങ് വരുന്നത്, അതിനകത്ത് വേറൊരു സെക്ഷനകത്താണ് ഈ H1 വരുന്നത്. അപ്പോൾ ഒരു സെക്ഷനകത്ത് വേറൊരു സെക്ഷനകത്ത് H1 കൊടുത്താൽ ആദ്യത്തേതിനകത്ത് H1 വലുതായിട്ടും പിന്നത്തെ സബ് സെക്ഷനാണ് അല്ലേ. നമ്മൾ ചാപ്റ്റർ 1 ഉണ്ടാവും, 1-നകത്ത് 1.1 1.2 എന്നൊക്കെ പറഞ്ഞ് കാണും. 1.1-നകത്ത് തന്നെ 1.1.1 എന്നൊക്കെ പറഞ്ഞ് കാണും. അപ്പോൾ 1.1.1 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുതായിട്ട് കാണിക്കും. കാര്യം രണ്ടും H1 ആണെങ്കിലും ഇത് ഒരെണ്ണം വലുതായിട്ടും മെയിൻ സെക്ഷനിൽ വരുന്നത് വലുതായിട്ടും അത് കഴിഞ്ഞ് വരുന്ന സെക്ഷനിൽ ചെറുതായിട്ടും കാണിക്കും. ഇതാണ് സെക്ഷൻ്റെ ഒരു പ്രത്യേകത. ഇത് സെക്ഷൻ ക്ലിയർലി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, എന്താണ് സെക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്നാണ്. ഇത്രയും ഡീറ്റെയിൽഡായിട്ട് അറിയേണ്ട ആവശ്യമില്ല.
അപ്പോൾ അതാണ് സെക്ഷൻ. സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഒരു ഹെഡിങ്ങും ഒരു പാരഗ്രാഫും കാണും. അതിനകത്ത് വീണ്ടും നമുക്ക് നെസ്റ്റഡ് സെഷൻസ് കൊടുക്കാം. നെസ്റ്റഡ് സെഷൻസ് കൊടുത്താൽ അതിൻ്റെ ഹെഡിങ് ഒക്കെ പഴയതിനെ കഴിഞ്ഞ് ചെറുതായിട്ട് കാണിക്കുകയുള്ളൂ. അതാണ് സെക്ഷൻ. ഇത്രയും ഫസ്റ്റ് മൊഡ്യൂളിലെ ഡൗട്ട് ചോദിച്ച ഭാഗങ്ങൾ ഞാൻ പറഞ്ഞതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വരുന്ന ക്ലാസ് ചോദിക്കുക. അപ്പം നമുക്ക് വീണ്ടും CSSലേക്ക് പോവാം. CSS 3 ടൈപ്പിൽ പഠിച്ചു. ഇൻലൈൻ CSS വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻലൈൻ CSS, എക്സ്റ്റേണൽ CSS, ഇൻലൈൻ, ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ CSS. അപ്പോൾ ഇൻലൈൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിന് മാത്രം ആ ടാഗിനകത്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗുണ്ട്, ടാഗിന് ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പം ഓരോ ടാഗിനും അതിൻ്റെ ആട്രിബ്യൂട്ട്, സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമ്മൾ പ്രോപ്പർട്ടി വാല്യൂ ആയിട്ട് കൊടുക്കുകയാണ്. പ്രോപ്പർട്ടി കോളൻ വാല്യൂ നമ്മൾ CSSൻ്റെ സിൻടാക്സിൽ പഠിച്ച പോലെ തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്താൽ ഈ എലമെൻറ്റിന് മാത്രമേ അത് അപ്ലൈ ആകത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് സെമി കോളൻ ഇട്ടിട്ട് വീണ്ടും അടുത്ത പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാം. എത്ര വേണേലും കൊടുക്കാം. പക്ഷേ ഇൻലൈൻ CSS എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിന് മാത്രം. ഇനി വേറെ ഇവിടെ വീണ്ടും ഒരു H1 വന്നാൽ ഇതിന് ഈ പറഞ്ഞ ബ്ലൂ കളർ കിട്ടില്ല. അതാണ് ഇൻലൈൻ്റെ പ്രത്യേകത. അപ്പോൾ ഇൻലൈൻ എന്ന് പറയുന്നത് ഏറ്റവും സ്പെസിഫിക് ആണ്. ഇനി ഇൻറ്റേർണൽ CSS ഉണ്ട്. ഇൻറ്റേർണൽ CSS എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഹെഡിങ്ങിൽ പറഞ്ഞു കൊടുക്കും. ഹെഡിങ്ങിൽ ഒരു സെലക്ടറൊക്കെ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ സെലക്ടർ വെച്ച് സെലക്ട് ചെയ്യുന്ന ടാഗുകളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അത് അത്രയും സ്പെസിഫിക് അല്ല. ഇനി അതാണ് നമ്മൾ എല്ലാ എക്സാമ്പിളും ഇതുവരെ പഠിച്ചതെല്ലാം അങ്ങനത്തെ ആയിരുന്നു. മൂന്നാമത്തേതാണ് എക്സ്റ്റേണൽ CSS. എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞാൽ നമ്മൾ CSSന് വേണ്ടിയിട്ട് മാത്രം ഒരു ഫയൽ എഴുതും. ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .css എന്നായിരിക്കും. .css എന്ന് എക്സ്റ്റൻഷൻ കൊടുത്ത് ഫയൽ എഴുതും. എന്നിട്ട് അത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടിരുന്നത് ലിങ്ക് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. കാണിച്ചു തരാം. ഉണ്ടോ ഇവിടെ ഇപ്പം ഞാൻ ഹെഡിനകത്ത് ലിങ്ക് എന്ന് പറയുന്ന ടാഗുണ്ട്. ലിങ്കിന് 2 ആട്രിബ്യൂട്ട് പറഞ്ഞു കൊടുക്കണം. ഒന്ന് റിലേഷൻ, പിന്നെ ഒന്ന് href. ഈ റിലേഷൻ പറഞ്ഞു കൊടുത്തേക്കുന്നത് നമുക്ക് ഈ CSS മാത്രമല്ല, അല്ലാത്ത ഫയൽസ് നമുക്ക് ലിങ്ക് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇപ്പോൾ ഈ കൊണ്ടുവരുന്നത് സ്റ്റൈൽ ഷീറ്റാണ്, CSS ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റിലേഷൻ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. href എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടേക്കുന്ന CSS ഫയലിൻ്റെ ഫുൾ നെയിം. സെയിം ഫോൾഡറിലാണ് കിടക്കുന്നതെങ്കിൽ CSS ഫയലിൻ്റെ പേര് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. വേറെ ഫോൾഡറിലാണ് കിടക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് പാത്ത് പറഞ്ഞു കൊടുക്കണം. അപ്പം ഇതിനകത്ത് ഇപ്പം ഞാൻ എന്താ ചെയ്തേക്കുന്നത്, റൈറ്റ് ഗ്രീൻ ഇതിനകത്ത് ഞാൻ ക്ലാസ് ഈക്വൽ ടു റൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത് 7 എക്സ്റ്റേണൽ CSS file.css, അതായത് 7 എക്സ്റ്റേണൽ CSS file.css എന്ന് പറയുന്നതാണ്. ഇതിനകത്ത് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റൈറ്റ് ഗ്രീൻ. ഈ ഡോട്ട് ഇട്ട അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് കഴിഞ്ഞ് പറഞ്ഞേക്കുന്നത് ഒരു ക്ലാസിൻ്റെ പേരാണെന്നാണ് ഡോട്ട് ഇട്ടാൽ അർത്ഥം. ഹാഷ് ഇട്ട എന്താണ്, ഹാഷ് കഴിഞ്ഞ് പറഞ്ഞു കൊടുത്തേക്കുന്നത് ഒരു എലമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു കൊടുത്തേക്കുന്നത്, ക്ലാസ് ഈക്വൽ ടു റൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ക്ലാസ് ഈക്വൽ ടു റൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നതുകൊണ്ട് ഈ ഇമ്പോർട്ട് ചെയ്തേക്കുന്ന ഫയലിനകത്ത് എഴുതിയേക്കുന്ന ഈ ക്ലാസ് എന്ന് പറയുന്ന സാധനം, റൈറ്റ് ഗ്രീൻ എഴുതിയേക്കുന്ന സാധനം എന്താണോ അത് ഇതിന് കിട്ടും, ഇവിടെ കിട്ടും. അതുപോലെ പാരഗ്രാഫ് ID ഈക്വൽ ടു para1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ID ആയതുകൊണ്ട് ഇവിടെ ഹാഷ് para1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ആയിരിക്കും, കളർ ബ്ലൂ ആയിരിക്കും. ഇതിങ്ങനെ ഇട്ടാനുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പാർട്ട് മാത്രം. അപ്പോൾ ഞാൻ വേറൊരു CSS ഫയൽ എടുക്കുക. ഇതാണ് ഏറ്റവും സ്റ്റാൻഡേർഡായിട്ട്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡായിട്ട് CSS ഫോളോ ചെയ്യുന്നത് എക്സ്റ്റേണൽ CSS ആണ്. കാരണം നമ്മളൊരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യുമ്പം ആ വെബ് പേജിനകത്ത് ഒരു CSS ഫയൽ മാത്രമായിരിക്കില്ല ഉണ്ടാവുക. ഒരു HTML ഫയൽ മാത്രമായിരിക്കില്ല ഉണ്ടാവുക, പല HTML ഫയൽ ഉണ്ടാകും. അപ്പോൾ പല HTML ഫയൽ എന്ന് പറയുന്നത് കൂടിയതായിരിക്കും നമ്മുടെ ഒരു സെർവർ. അപ്പോൾ സെർവറിലെ എല്ലാ സ്ഥലത്തും ഒരേ ലുക്ക് ആൻഡ് ഫീൽ കിട്ടുക, അതായത് ടെക്സ്റ്റ് എപ്പോഴും ഒരേ കളറിൽ കാണിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു CSS ഫയൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പം ഞാൻ പുതിയൊരു HTML ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിനകത്ത് CSS വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇത്ര മാത്രം കൊടുത്തുവെച്ചാൽ മതി. ലിങ്ക് ഈ ഹെഡിനകത്തിട്ട് ലിങ്ക് റിലേഷൻ ഈക്വൽ ടു ഹെഡിനകത്ത് ലിങ്ക് റിലേഷൻ ഈക്വൽ ടു സ്റ്റൈലിന് href ഈക്വൽ ടു ഫയൽ എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഇതിനകത്ത് എഴുതിയേക്കുന്ന CSS ഫയൽ ഇതിനകത്ത് എഴുതിയേക്കുന്നത് ഇപ്പോൾ H2 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. H2 നമ്മുടെ ഇതിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. H2 സെക്കൻഡറി ഹെഡർ എന്ന് പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്.
അപ്പോൾ H2-ന് കളർ റെഡും ടെക്സ്റ്റ് അലൈൻ സെൻറ്ററും ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു H2 ഇട്ടിട്ടുണ്ട്, സെക്കൻഡറി ഹെഡർ. അതിന് ഈ പറഞ്ഞ രീതിയിൽ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആകെ ഒരു വ്യത്യാസം ചെയ്തേക്കുന്നത്, ഞാൻ എൻ്റെ ഫയലൊക്കെ ഡെവലപ്പ് ചെയ്തു, അതിനകത്ത് ഈ ഒരു ഹെഡിങ്ങിൽ ഈ ലിങ്ക് റിലേഷൻ മാത്രം കൊണ്ട് ഇട്ടതേ ഉള്ളൂ. ഈ HTML ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, സെക്കൻഡറി ഹെഡർ എന്നുള്ളത് റെഡ് കളറിൽ സെൻറ്റർ അലൈൻഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. റെഡ് കളറിൽ സെൻറ്റർ അലൈൻഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, അതല്ലേ, റെഡ് കളറിൽ സെൻറ്റർ അലൈൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതിയേക്കുന്ന ഹെഡിങ് 2-ന് എന്ത് ചെയ്തേക്കണമെന്ന് ഈ CSS ഫയലിലാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ആകെ ചെയ്തത് എന്താണ്, അത് ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്, ലിങ്ക് എന്ന് പറയുന്ന ടാഗാണ്. 2 ആട്രിബ്യൂട്ട് ഉണ്ടാവും, റിലേഷനും hrefഉം ഉണ്ടാവും. ആ 2 ആട്രിബ്യൂട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് എക്സ്റ്റേണൽ CSS ഫയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പം എക്സ്റ്റേണൽ CSS ഫയൽ സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്യുക, ലിങ്ക് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യുക. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് കുറച്ച് CSS ആട്രിബ്യൂട്ട്സ് പഠിക്കാനുണ്ട്, പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. പ്രോപ്പർട്ടീസിനകത്ത് ആദ്യം വരുന്നത് മൊഡ്യൂൾ 2-ൽ ഫോണ്ട് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ CSSൻ്റെ സിൻറ്റാക്സ് പഠിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്, സെലക്ടറാണ്. സെലക്ടർ കഴിഞ്ഞ് കേർലി ബ്രാക്കറ്റ് കൊടുക്കണം. കേർലി ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഒരു പ്രോപ്പർട്ടി, അതിൻ്റെ വാല്യൂ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് പ്രോപ്പർട്ടി പ്രത്യേകം സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. കുറേ പ്രോപ്പർട്ടികളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു, ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. അതുകൂടാതെ കുറച്ചുകൂടെ പ്രോപ്പർട്ടീസ് സിലബസിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് അത് കുറച്ചെണ്ണം ഇവിടെ പഠിക്കുക. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് ഫോണ്ട്. ഫോണ്ടിനകത്ത് തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. ഫോണ്ടിനകത്ത് വരുന്ന പല ടൈപ്പുകളിൽ ആദ്യത്തേതാണ് ഫോണ്ട് സൈസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഫോണ്ട് സൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ വേർഡിലൊക്കെ ചെയ്യുമ്പോൾ ചെയ്തിട്ടുള്ളതാണ്. ഫോണ്ട് സൈസ് എത്ര വേണമെന്നുള്ളതാണ്. അതായത് 15 പിക്സൽ. ഈ കാണുന്ന ടെക്സ്റ്റ് എത്ര വലുപ്പത്തിൽ കാണിക്കണം. അതായത് ഇതിപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഫോണ്ട് സൈസ് കൂടുകയാണ്. ഇതിപ്പോൾ എന്താണ്, ഫോണ്ട് സൈസ് കുറയുകയാണ്. അപ്പോൾ അത് നമുക്ക് HTML കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ്, ഒരു പ്രോപ്പർട്ടിയാണ് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ ഈ div.a എന്ന് എഴുതിയേക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലായി കാണും. ഇത് എല്ലാം കൂടെ കൂടിയാണ് സെലക്ടർ. div എന്ന് പറയുന്ന എലമെൻറ്റിനകത്ത് a എന്ന് പറയുന്ന ഡോട്ട് കഴിഞ്ഞ് എഴുതിയ അതിൻ്റെ അർത്ഥം എന്താണ്, ക്ലാസ് ആണ്. div എന്ന് പറയുന്ന എലമെൻറ്റിനകത്ത് a എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ എവിടെയാണ്, ഈ divനകത്ത് a എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. അതിൻ്റെ ഫോണ്ട് സൈസ് 15 പിക്സലിൽ കാണിക്കും. ഇനി പറഞ്ഞു കൊടുത്തേക്കാണ് divനകത്ത് b എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തേക്കാണ്. അപ്പോൾ ഫോണ്ട് സൈസ് ലാർജ് ആക്കി കാണിക്കും. ഇതിന് പല വാല്യൂസ് കൊടുക്കുക. 15 പിക്സൽ, 20 പിക്സൽ, 25 പിക്സൽ, 10 പിക്സൽ, 5 പിക്സൽ എന്നൊക്കെ പറഞ്ഞ് വാല്യൂ കൊടുക്കുക. അല്ലാതെ ലാർജ്, സ്മോള്, എക്സ്ട്രാ സ്മോള്, XX ലാർജ്, അങ്ങനെ പല പല വാല്യൂസ് കൊടുക്കുക. നിങ്ങൾ ചുരിദാറൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ സൈസ് കാണത്തില്ലേ, അതുപോലെ തന്നെ എക്സ്ട്രാ ലാർജ്, സ്മോള് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെയുള്ള സൈസുകളിൽ ഈ നമുക്ക് ഫോണ്ട് സൈസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് പല രീതിയിൽ പറഞ്ഞു കൊടുക്കാം. ഒന്ന് പിക്സലിൽ പറഞ്ഞു കൊടുക്കാം, പിക്സൽ എലമെൻറ്റ് എത്ര പിക്സലിൽ കാണിക്കണം എന്നുള്ളത്. രണ്ടാമത്തേതാണ് ലാർജ്, സ്മോൾ, അങ്ങനെ വാല്യൂ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഫോണ്ട് സൈസ് സാധാരണ കാണിക്കുന്നതിൻ്റെ എത്ര ശതമാനം വലുതായിട്ട് കാണിക്കണം. 150 എന്ന് പറഞ്ഞാൽ 1.5% വലുതായിട്ട് കാണിക്കും. 200 എന്ന് പറഞ്ഞാൽ ഇരട്ടി വലുപ്പത്തിൽ കാണിക്കും. 50% എന്ന് പറഞ്ഞാൽ പകുതി വലുപ്പത്തിൽ കാണിക്കും. അങ്ങനെ 3 രീതി പറഞ്ഞു കൊടുക്കാം. മൂന്നും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ 3 രീതിയിൽ ഇത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യത്തേതിൻ്റെ സെലക്ടറിൽ പറഞ്ഞു കൊടുത്തേക്കുന്നത് divനകത്ത് B ക്ലാസ് ഉണ്ടെങ്കിൽ ലാർജായിട്ട് കാണിക്കാൻ, divനകത്ത് B ക്ലാസ് ഉണ്ടെങ്കിൽ കാണിക്കാൻ, divനകത്ത് C ക്ലാസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫോണ്ട് സൈസ് 150% വലുതാക്കി കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഈ പേജ് നമുക്ക് ലോഡ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഒന്നുമില്ലാത്തൊരു ക്ലാസ് ഇടാം. അതായത് ഡീഫോൾട്ട് എങ്ങനെ കാണിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം കൂടി ഇട്ടേക്കുവാണ്. അപ്പോൾ ഫോണ്ട് സൈസ് എന്നുള്ള HTML നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാക്കണ്ടല്ലോ, ആദ്യം ഇട്ടേക്കുന്ന പേജ് ദിസ് ഈസ് സം ടെക്സ്റ്റ് വിത്തൗട്ട് ചേഞ്ച് എന്ന് കൊടുക്കാം. ക്ലാസ് എയിൽ വന്നേക്കുന്ന എന്താണ്, 15 പിക്സലാണ്. സം ടെക്സ്റ്റ് ഇൻ 15px എന്ന് കൊടുക്കാം. 15px. ദിസ് ഈസ് സം ടെക്സ്റ്റ് ഇൻ
ലാർജ് സൈസ് എന്ന് കൊടുക്കുക. കാരണം ഈ ബി ഇതിന് ക്ലാസ് ബി ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ബിയിൽ പറഞ്ഞു കൊടുത്തേക്കുന്ന ഫോണ്ട് സൈസ് ലാർജ് ആയിരിക്കണം എന്നാണ്. ഇനി അവസാനത്തേത് പറഞ്ഞു കൊടുക്കുന്നത് ദിസ് ഈസ് സം ടെക്സ്റ്റ് ഇൻ 150% സൈസിൽ കൊടുത്തേക്കുകയാണ്. 150% സൈസിൽ കൊടുത്തേക്കുകയാണ്. ഇത് 3 എണ്ണം കണ്ടു നോക്കാം നമുക്ക്. ഇതില്ലേ ദിസ് ഈസ് സം ടെക്സ്റ്റ് വിത്തൗട്ട് ചേഞ്ച്. അതായത് ബൈ ഡീഫോൾട്ട് ഒരു ഡിവ് എന്ന് കൊടുത്താൽ ഇങ്ങനെ കാണിക്കുമായിരുന്നു. 15 പിക്സലാക്കിയപ്പോൾ കണ്ട കുറച്ചുകൂടെ ചെറുതാക്കിയാണ് കാണിച്ചേക്കുന്നത്. ഇതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ ചെറുതായി. അതായത് ഇത് ചിലപ്പോൾ ഒരു 20 പിക്സലിലായിരിക്കും കാണിച്ചേക്കുന്നത്. ഇത് ദിസ് ഈസ് സം ടെക്സ്റ്റ് ഇൻ ലാർജ് സൈസ്. ലാർജ് സൈസ് എന്ന് പറഞ്ഞപ്പോൾ കണ്ട ഏകദേശം ഇതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ വലുതായിട്ട് കാണിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ വലുതായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. ഇനി 150%, അതായത് ഇത് കാണിച്ചേക്കുന്നതിൻ്റെ 1.5 ഇരട്ടി വലുപ്പത്തിലാണ് ഈ സാധനം കാണിച്ചേക്കുന്നത്. ഈ 150% കാണിച്ചേക്കുന്നത്. അതാണ് ഇത് 3ഉം തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ആദ്യത്തെ ഫോണ്ട് സൈസ് പ്രോപ്പർട്ടിയാണ്. ഇതിനകത്തിപ്പം ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഞാൻ ഈ ഡിവ് എഴുതി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ കൊടുത്തേക്കുവാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം ഞാൻ ഇവിടെ ഞാനൊരു പാരഗ്രാഫ് ഇടുവാണ്. പി ക്ലാസ് സി, അതായത് ഇത് പാരഗ്രാഫ് ടാഗാണ്. ക്ലാസ് സി എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് സി എന്ന് പറഞ്ഞാൽ എത്ര 150 കൊടുക്കണം പറയുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞു കൊടുത്തേക്കുന്നത് എന്താ, ഡിവിനകത്ത് ക്ലാസ് സി വന്നാൽ അപ്ലൈ ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ പാരഗ്രാഫിനകത്ത് വന്നാൽ അപ്ലൈ ചെയ്യുമോ? ഇല്ല. അപ്പോൾ നമുക്ക് പേജ് ഒന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ പാരഗ്രാഫ് എന്ന് പറഞ്ഞപ്പോൾ പാരഗ്രാഫ് ഇത് ഇപ്പോൾ ഈ പേജ് വന്നപ്പോൾ തന്നെ ഞാൻ പാരഗ്രാഫ് മുമ്പേ പറഞ്ഞ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ പാരഗ്രാഫ് ഇതിൻ്റെ മേളിൽ നിന്നും കുറച്ച് സൈസ് ഇട്ടല്ലേ കൊടുത്തേക്കുന്നത്. അതാ പറഞ്ഞ് ഇതിൻ്റെ മേളിൽ കുറച്ച് മാർജിൻ ഉണ്ടാവും, താഴോട്ടും മാർജിൻ ഉണ്ടാവും. ഇനി ഇതിൻ്റെ താഴത്തേക്ക് ഞാൻ വേറെ വീണ്ടും ഒരു പാരഗ്രാഫ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. കണ്ടില്ലേ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ മേളിലും താഴെയും എന്താ പറയുന്നത് ഇത് കൊടുക്കും, മാർജിൻ കൊടുക്കും. പക്ഷേ ഈ ഡിവ് എല്ലാം കൊടുത്തേക്കുന്നുണ്ടോ, ഡിവ് മേളിലും താഴെയും ഒന്നും മാർജിൻ കൊടുത്തിട്ടില്ല. ഇതാണ് പാരഗ്രാഫും ഡിവും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞത്. ഡിവിന് മാർജിൻ ഉണ്ടാവില്ല, പാരഗ്രാഫിന് മാർജിൻ ഉണ്ടാവും എന്ന് പറഞ്ഞത് അതാണ്. അപ്പോൾ അതാണ് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇപ്പം എന്താ ചെയ്തത്, ഈ 150% എന്നുള്ള സൈസ് സിക്ക് വന്നിട്ടില്ല. ഈ ബി കൊടുത്തേക്കുന്ന പാരഗ്രാഫിൽ കൊടുത്തേക്കുന്നതിന് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞേക്കുന്ന ഡിവിനകത്ത് സി വന്നാൽ മതിയെന്നാണ്. ഇനി ഞാൻ ഡിവ് എന്നുള്ളത് എടുത്ത് കളയാണ്, വെറുതെ സിന്ന് മാത്രം ഇടുകയെന്ന് വിചാരിക്കുക. വെറുതെ സിന്ന് മാത്രം ഇടുക. അപ്പോൾ ഇതിനൊക്കെ വരും, ക്ലാസ് സി ഉള്ള എല്ലാത്തിനും വരും. ഡിവ് ആണേലും വരും, പാരഗ്രാഫ് ആണേലും വരും. പേജ് ലോഡ് ചെയ്ത് നോക്കാം. കണ്ടോ വലിയ സൈസിൽ കാണിച്ചേക്കുന്നുണ്ടോ. പാരഗ്രാഫ് സാധാരണ കാണിക്കുന്നതിൻ്റെ 150% വലുപ്പത്തിലായിരിക്കും. അതായത് ഇവിടെ എന്താണോ കൊടുത്തേക്കുന്നത് ഫോണ്ട് സൈസ് 150 എന്ന് കൊടുത്താൽ അത് യഥാർത്ഥത്തിൽ എങ്ങനെ കാണിക്കുമോ അതിൻ്റെ 1.5 മടങ്ങ് വലുപ്പത്തിൽ കാണിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ ഡിവ് ഡോട്ടെന്ന് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡിവ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ നമ്മുടെ W3 സ്കൂൾസിൽ നിന്ന് എക്സാമ്പിൾ എടുത്തപ്പോൾ അവരിട്ടേക്കുന്ന പോലെ തന്നെ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടാലും മതി. ഇങ്ങനെ ഇട്ടാൽ ഇതിനെല്ലാത്തിനും കിട്ടും. അപ്പോൾ നോട്ട് ചെയ്തെടുക്കുക. ആദ്യത്തെ ഫോണ്ട് സൈസ്. ഇനിയുള്ളത് ഫോണ്ട് സ്റ്റൈല് പറയാം. ഫോണ്ട് സ്റ്റൈൽ രണ്ടാമത്തെ ഫോണ്ടിനകത്ത് വരുന്ന ഇതിനകത്ത് സിലബസ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ എക്സ്പ്ലെയിൻ ബേസിക് CSS പ്രോപ്പർട്ടീസ്, ഫോണ്ട്, കളർ, ബാക്ക്ഗ്രൗണ്ട്, ലിസ്റ്റ്, ടെക്സ്റ്റ്. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫോണ്ടാണ് പറയുന്നത്. ഫോണ്ടിനകത്ത് തന്നെ പല ടൈപ്പ് വരും. ഫോണ്ടിനകത്ത് പല ടൈപ്പ് വരുന്നതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോണ്ടിനകത്ത് ആദ്യത്തേത് ഫോണ്ട് സൈസ്, രണ്ടാമത്തെ ഫോണ്ട് സ്റ്റൈൽ. ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നോർമൽ വേണോ, ഇറ്റാലിക് വേണോ, ഒബ്ലിക്ക് വേണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പാരഗ്രാഫാണ്. ഇവിടെ നേരത്തെ ഡിവ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഈ കേസിൽ പാരഗ്രാഫാണ് ഉപയോഗിക്കുന്നത്. പാരഗ്രാഫിനകത്ത് ക്ലാസ് നോർമൽ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്, ഇറ്റാലിക് എന്ന് കൊടുത്തിട്ടുണ്ട്, ഒബ്ലിക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പേര് ഇവിടെ ഇടുന്ന പേര് നിങ്ങൾക്ക് എന്ത് വേണേലും ഇടാം കേട്ടോ. 1 2 3 അല്ലാതെ ഇവിടെ ഈ നോർമൽ കൊടുത്തേക്കുന്നതുകൊണ്ട് ആ പേര് തന്നെ ഇവിടെ കൊടുക്കണമെന്നില്ല. ഇത് നമ്മൾ വേരിയബിളിന് പേരിടുന്ന പോലെയാണ്, നമുക്ക് ഇഷ്ടമുള്ള പേര് എഴുതാം. ഇപ്പോൾ നോർമൽ 1 2 3 എന്നാണ് ഞാൻ ആദ്യത്തേന് പേര് കൊടുത്തേക്കുന്നത്. ഇറ്റാലിക് 1 2 3 എന്നാണ് അടുത്തതിന് പേര് കൊടുത്തേക്കുന്നത്. ഒബ്ലിക്ക് 5 6 7 എന്നാണ് അടുത്തതിന് പേര് കൊടുത്തേക്കുന്നത്.
ക്ലാസ് ആണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. വേരിയബിളിൻ്റെ നെയിമിംഗ് കൺവെൻഷൻ പോലെ തന്നെ നെയിമിംഗ് നെയിമിംഗ് കൺവെൻഷൻ കുറേയൊക്കെ ഫോളോ ചെയ്യണം. അല്ല അത് അതിൻ്റെ നിയമങ്ങളൊന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട. എന്തായാലും ഇതിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നോർമൽ 1 2 3 എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ നോർമൽ 1 2 3 എന്ന് കൊടുത്തു. ഞാൻ 1 2 3 എന്നാക്കി കൊടുക്കാൻ കാര്യം നിങ്ങൾ വിചാരിക്കും ഇവിടെ നോർമൽ കൊടുത്തേക്കുന്നതുകൊണ്ട് ഇവിടെ നോർമൽ തന്നെ കൊടുക്കണം എന്നില്ല. പക്ഷേ ഇവിടെ നോർമൽ തന്നെ കൊടുക്കണം. ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ച് ഡീഫോൾട്ടായിട്ടുള്ള സ്റ്റൈലുകളെ അവൻ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ആദ്യം പറയുന്ന വാല്യൂസ് കൊടുക്കണം. അപ്പോൾ നേരത്തെ ഫോണ്ട് സൈസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 3 രീതി വാല്യൂ കൊടുക്കാം. ഒന്ന് പിക്സൽ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ലാർജ് സ്മോൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെന്താണ് ചെയ്യാൻ പറ്റുന്നത്, മൂന്നാമത്തേത് നമുക്ക് പെർസെൻറ്റേജ് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഫോണ്ട് സൈസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഫോണ്ട് സൈസിന് ഇതുപോലെ നോർമൽ, ഇറ്റാലിക്, ഒബ്ലിക്, ഈ 3 സ്റ്റൈലുകളിൽ കോമൺ. ഇതല്ലാതെ വേറെ വാല്യൂസ് ഉണ്ട് കേട്ടോ. ഇൻഹെറിറ്റ് എന്നോ അങ്ങനെ ഉണ്ടൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളുണ്ട്. ഒരു 2 3 എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നോർമൽ എന്ന് പറഞ്ഞാൽ സാധാ നോർമൽ ഫോർമാറ്റിൽ കാണിക്കും. ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ ഇറ്റാലിക്കിൽ കാണിക്കും. ഒബ്ലിക് എന്ന് പറഞ്ഞാൽ ഒബ്ലിക്കിൽ കാണിക്കും. ഈ പേജ് ലോഡ് ചെയ്ത് കാണിക്കാം. ഫോണ്ട് സ്റ്റൈൽ കണ്ടോ. ഇതിനകത്ത് ഇറ്റാലിക്കും ഒബ്ലിക്കും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് എന്നോട് ചോദിക്കേണ്ട, നിങ്ങൾ തന്നെ കണ്ടിട്ട് മനസ്സിലാക്കിക്കോളാം. ചെറിയൊരു വ്യത്യാസമില്ലേ, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അതാണ് ഇറ്റാലിക്കും ഒബ്ലിക്കും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ നോക്കിയിട്ട് വലിയ വ്യത്യാസമൊന്നും കാണില്ല, എന്നാലും എന്തോ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. സൈസിലൊക്കെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, കണ്ടില്ല. ഇതിവിടെ തീർന്നു, അത് ഈ ഒബ്ലിക്കിൻ്റെ നീളം കൂടുതലുണ്ടായിരിക്കും, എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് കാര്യത്തിൽ വരുന്നത്. അപ്പോൾ ഒരെണ്ണം നോർമൽ, രണ്ടാമത്തേത് ഇറ്റാലിക്ക് കാണിച്ചു, മൂന്നാമത്തേത് ഒബ്ലിക്കിൽ കാണിച്ചു. ക്ലാസിൻ്റെ പേര് എന്ത് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഫോണ്ട് സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു 3 എക്സാമ്പിൾ, സാമ്പിൾ വാല്യൂസ് ക്യാൻ ബി നോർമൽ, ഇറ്റാലിക്, ഒബ്ലിക്ക് അങ്ങനെ പറഞ്ഞ് എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പത്തെ ഫോണ്ട് സൈസിനെ പറ്റി നോട്ടായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ പറയണം. ഇറ്റ് ക്യാൻ ബി ഗിവൺ വാല്യൂ ക്യാൻ ബി സ്പെസിഫൈഡ് ഇൻ പിക്സൽസ് or values like large, small, etc. can be given, or you can mention the percentage size like 150%. അങ്ങനെ എഴുതിയെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്പെസിഫൈസ് ദിസ് ഫോണ്ട് സ്റ്റൈൽ ക്യാൻ ബി നോർമൽ, ഇറ്റാലിക്, ഒബ്ലിക്, എക്സെട്ര എന്ന് പറഞ്ഞ് എഴുതണം. ഇത് 3 ഉള്ളൂ എന്ന് എഴുതരുത്, ഇതിൽ കൂടുതലുണ്ട്. ഇതിൽ കോമൺ ആയിട്ട് പറയുന്ന 1 2 നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഫോണ്ട് സ്റ്റൈൽ വേണമെങ്കിൽ ബോൾഡൊക്കെ ആവായിരിക്കും. ബോൾഡ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ നോക്കട്ടെ. ബോൾഡ് കൊടുത്ത് നോക്കാം. ബോൾഡില്ലാത്തതുകൊണ്ടാണ് അത് കാണാത്തത്. അപ്പോൾ ബോൾഡില്ല. നോർമൽ, ഇറ്റാലിക്, ഒബ്ലിക്കൊക്കെ ആക്കാം. പിന്നെ ഇൻഹെറിറ്റ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. ഇൻഹെറിറ്റെന്നോ അങ്ങനെയാണ്ട് പറഞ്ഞുണ്ട്. അതായത് ഇത് ഈ പാരഗ്രാഫ് വേറൊരു സാധനം, ഒരു ഡിവിനകത്താണ് കിടക്കുന്നതെങ്കിൽ ആ ഡിവിൻ്റെ സ്റ്റൈൽ തന്നെ ഇൻഹെറിറ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ആ വാല്യൂ കൊടുക്കുക. അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. ഇതാണ് ഫോണ്ട് സ്റ്റൈൽ. ഇനി ഫോണ്ട് വേരിയൻ്റ് നോക്കാം. ഫോണ്ട് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ അതിന് നോർമലി 2 വാല്യൂസാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന് നോർമൽ കൊടുക്കാം സാധാരണ, അതായത് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ തന്നെ കാണിക്കും. ഫോണ്ട് വേരിയൻ്റ് സ്മോൾ ക്യാപ്സ് എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ട് അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇത് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് ആക്കും. ഈ അല്ല, ചുമ്മാ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് ആക്കുമല്ല, കാണിക്കാം, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിനകത്ത് ഞാൻ പി ക്ലാസ് ഈക്വൽ ടു നോർമൽ, മൈ നെയിം ഈസ് ഹെഡ്ജ് റഫ്സസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ റഫ്സസിൻ്റെ പേര് നോർമൽ ഫോണ്ടിലാണ് ആദ്യം കാണിച്ചേക്കുന്നത്. ഇവിടെ ക്ലാസ് നോർമലിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ നോർമൽ, ഇവിടെ കൊടുത്തേക്കുന്ന നോർമൽ തന്നെ ഇവിടെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, അത് തന്നെ ഇവിടെ കൊടുക്കണം. പക്ഷേ ഫോണ്ട് വേരിയൻറ്റ് കോളൻ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന പേര് വാലിഡ് ആയിട്ടുള്ള പേരായിരിക്കും. അതായത് കുറച്ച് പേരുകൾ CSS കുറച്ച് പേരുകളേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുള്ളൂ, ആ പറയുന്ന പേരുകളായിരിക്കണം. അതുപോലെ ഒരു പേരാണ് സ്മോൾ ക്യാപ്സ്. സ്മോൾ ക്യാപ്സ് എന്താ ചെയ്തേക്കുന്നത് കണ്ടോ, നമ്മളിവിടെ കൊടുത്തേക്കുന്നത് എന്താണ്, ഫുൾ സ്മോൾ ലെറ്ററിലാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ അതിനെ ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്തു. സ്മോൾ ക്യാപ്സ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ആ പേരുകളുടെ ഇത് മാത്രം, ആദ്യത്തേത് മാത്രം വലിയ ലെറ്ററിലേക്കാക്കി. പിന്നെയുള്ള എല്ലാം ക്യാപിറ്റലിലാക്കി, പക്ഷേ ആദ്യത്തേത് മാത്രം കുറച്ച് വലുതാക്കി. ഇതാണ് സ്മോൾ ക്യാപ്സ് എന്നുള്ള. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമൽ ക്യാപ്സ് ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. ക്യാമൽ ക്യാപ്സ് വേരിയബിളിൻ്റെ നെയിം ഫോളോ ചെയ്യുന്ന കൺവെൻഷനാണ്. എന്താ ഉപയോഗിക്കുന്നത്, ആദ്യത്തെ ലെറ്ററിൽ സ്മോളിലും രണ്ടാമത്തേത് എന്തിലുമാണ്, പിന്നെ വരുന്ന ലെറ്ററുകളെല്ലാം ക്യാപിറ്റൽ ലെറ്ററിലും ആരംഭിക്കുന്നതിനാണ് ക്യാമൽ ക്യാപ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിനകത്ത് പാരഗ്രാഫ് ടാഗിനകത്ത് നോർമൽ ക്ലാസ് ഉണ്ടെങ്കിലേ ഇത് അപ്ലൈ ചെയ്യത്തുള്ളൂ. പാരഗ്രാഫിനകത്ത് നോർമൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യും. ഈ എല്ലാ നോർമലിനും അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ പാരഗ്രാഫ് അങ്ങ് എടുത്തോളാന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഡിവിന് നോർമലിന് കൊടുത്താലും അതിലും ഇത് കാണിക്കും. അപ്പോൾ ഇതാണ് ഫോണ്ട് വേരിയൻ്റ്. അപ്പോൾ ഫോണ്ട് വേരിയൻ്റായി. ഇനി ഫോണ്ട് വെയിറ്റ്. ഫോണ്ട് വെയിറ്റ് എന്തോരം വെയിറ്റ് വേണം എന്നുള്ളതാണ് ഫോണ്ട് വെയിറ്റ്. ഫോണ്ട് വെയിറ്റ് പല വാല്യൂസ് വരാം. നോർമൽ, ലൈറ്റർ, ബോൾഡ്. ഇതിനകത്താണ് ബോൾഡ് വരുന്നത്. നോർമൽ വെയിറ്റ് ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു വാല്യൂ 900 അങ്ങനെ പറഞ്ഞു കൊടുക്കാം. 900, 800, 1000, 1200 അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ പേജ് നമുക്കൊന്ന് കാണാം. ഫോണ്ട് വെയിറ്റ്. അപ്പോൾ ആദ്യത്തേത് നോർമൽ. ഫോണ്ട് വെയിറ്റ് നോർമൽ എന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. നോർമൽ. ദിസ് ഈസ് പാരഗ്രാഫ് ഇൻ നോർമൽ എന്നാക്കാം നമുക്ക്. രണ്ടാമത്തേത് ദിസ് ഈസ് പാരഗ്രാഫ് ഇൻ ലൈറ്റ് വെയിറ്റ്. നോർമൽ വെയിറ്റ് എന്നാക്കാം. നോർമൽ വെയിറ്റ്. ദിസ് ഈസ് പാരഗ്രാഫ് ഇൻ ബോൾഡ്. ബോൾഡ് വെയിറ്റ് ആണ്. പാരഗ്രാഫ്. ദിസ് ഈസ് പാരഗ്രാഫ് ഇൻ 900 വെയിറ്റ്. 900 വെയിറ്റ്. ഇങ്ങനെ 3 പാരഗ്രാഫ് ആക്കി പേജ് ലോഡ് ചെയ്ത് നോക്കാം. നോർമൽ വെയിറ്റിൽ ഇങ്ങനെ കാണിച്ചു. ദിസ് ഈസ് പാരഗ്രാഫ് ഇൻ ലൈറ്റ് വെയിറ്റ്. ഇതിനെ കഴിഞ്ഞ് നോർമലിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ ചെറുതായി. പിന്നെ ദിസ് ഈസ് ബോൾഡ് എന്ന് പറയുന്നത് വെയിറ്റിൽ കൊടുത്തേക്കുന്നതാണ്. ബോൾഡ് 900 ഇതാണ്. ഈ 900ന് പകരം നമുക്ക് 1000 ഒക്കെ കൊടുക്കാം. 1000, 500 കൊടുക്കാം. ഇച്ചിരൂടെ 500 ആക്കാം. 500 പേജ് ലോഡ് ചെയ്ത് നോക്കാം. കണ്ടോ, മുമ്പേ കൊടുത്തതിന് കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ വാല്യൂസ് പറഞ്ഞു കൊടുക്കാം. സാധാരണ ഇത് 100ൻ്റെ മൾട്ടിപ്പിൾസിലാണ് വാല്യൂ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അല്ലാത്ത പറഞ്ഞു കൊടുത്താലും തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ പാരഗ്രാഫിനകത്ത് നോർമൽ ക്ലാസ് ഉണ്ടെങ്കിൽ ഫോണ്ട് വെയിറ്റ് നോർമൽ ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. പാരഗ്രാഫിനകത്ത് നോർമൽ ഉണ്ടെങ്കിൽ. പാരഗ്രാഫിന് മാത്രം അല്ലാതെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം നിങ്ങൾക്ക്. അപ്പോൾ ഫോണ്ട് വെയിറ്റ്. ഫോണ്ട് വേരിയൻറ്റ് പറഞ്ഞല്ലേ. ഫോണ്ട് വേരിയൻറ്റ് പറഞ്ഞു. ഫോണ്ട് സ്റ്റൈല് പറഞ്ഞു. ഫോണ്ട് സൈസ് പറഞ്ഞു. ഫോണ്ട് ഫാമിലിയാണ്. ഫോണ്ട് ഫാമിലി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എന്താണെന്ന്. ടൈംസ് ന്യൂ റോമൻ, ഏരിയൽ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. വേർഡ് ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഫോണ്ട് ഫാമിലിയാണ് ഏത് ഫോണ്ടിൽ വേണം എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഫോണ്ട് ഫാമിലി. ഇതിനകത്ത് പ്രത്യേകത ഉള്ളത്, ഫോണ്ട് ഫാമിലി പറഞ്ഞു കൊടുക്കുമ്പോൾ ടൈംസ് ന്യൂ റോമൻ കണ്ടോ 3 വാക്കുണ്ട്. അങ്ങനെ 3 വാക്കുള്ള ഫോണ്ടാണെങ്കിൽ അത് ഡബിൾ കോട്ട്സിൽ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഏരിയൽ പറഞ്ഞു കൊടുത്തേക്കുമ്പോൾ ഒറ്റ വാക്കേ ഉള്ളൂ. ഏരിയൽ എന്ന് പറയുന്നത് വേറൊരു ഫോണ്ടാണ്. അപ്പോൾ ആ ഏരിയയിൽ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡബിൾ കോട്ട്സ് വേണ്ട. പിന്നെ നിങ്ങൾ ഓർക്കും, ഈ കോമ ഇട്ട് വേറെ വാല്യൂസ് പറഞ്ഞു കൊടുത്തേക്കുന്നത് എന്തിനാണ്? ടൈംസ് ന്യൂ റോമൻ എന്നുള്ള ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യാത്തൊരു ബ്രൗസറാണെങ്കിൽ അടുത്തെടുക്കും. അടുത്തതും സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ അത് കഴിഞ്ഞ് കൊടുത്തേക്കുന്ന എടുക്കും. അങ്ങനെ ഇത് സപ്പോർട്ട് ചെയ്ത് ഏറ്റവും അവസാനം വരെ പോകും. ഇപ്പോൾ ഈ രണ്ടാമത്തെ ഫോണ്ട് ഫാമിലി P.B ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്നത് ഏരിയൽ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏരിയൽ ഇല്ലെങ്കിൽ ഹെൽവെറ്റിക്ക എന്ന് പറയുന്ന സാധനം കൊടുക്കുക. ഇല്ലെങ്കിൽ സാൻസ് സെറീഫ്. ഈ സാൻസ് സെറീഫ് 2 വാക്കാണെങ്കിൽ അതിനിടയ്ക്ക് ഹൈഫൺ വരുന്നതുകൊണ്ടാണ് ഡബിൾ കോട്ട്സ് കൊടുക്കാത്തത്. പക്ഷേ ടൈംസ് ന്യൂ റോമൻ 3 വാക്കായിട്ട് വരുന്നതുകൊണ്ട് ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. അപ്പം ഇത് രണ്ടും ഏരിയൽ ഫോർമാറ്റും ടൈംസ് ന്യൂ റോമൻ. ഇപ്പം നമ്മുടെ ബ്രൗസർ ടൈംസ് ന്യൂ റോമനൊക്കെ കോമൺ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഏരിയലും കോമൺ ആണ്. അതുകൊണ്ട് അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇൻ കേസ് അത് സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ അടുത്തതിലേക്ക് പോകാനാണ് ഈ പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതാണ് കോമായിട്ട് വാല്യൂ പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫോണ്ട് ഫാമിലി എന്താണ്? Font family is used to specify the font family. It can have values like Times New Roman, Times എന്നൊക്കെ പറഞ്ഞ് എഴുതുക. Then if you are specifying more than one values comma separated, then then if first format is not supported, second will be tried, and if second also is not supported, third will be tried, and so on. അങ്ങനെ ചെക്ക് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ നോട്ട് എഴുതുക. ഇത് പേജ് ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം നമുക്ക്.
ഫോം ഫാമിലി പ്രോപ്പർട്ടി ആദ്യത്തേത് ടൈംസ് ന്യൂ റോമനി കാണിച്ചിട്ടുണ്ട്, രണ്ടാമത്തേത് ഏരിയലിലും കാണിച്ചിട്ടുണ്ട്. രണ്ടും തമ്മിൽ കണ്ടില്ലേ, രണ്ടും ആ ഒരു ഡിഫൈൻ ചെയ്തേക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. ഇത്രയാണ് ഫോണ്ടിൽ വരുന്നത്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. ഈ ഫോണ്ട് എല്ലാം കൂടെ, അതായത് ഫോണ്ട് വെയ്റ്റ്, ഫോണ്ട് ഫാമിലി, ഫോണ്ട് വേരിയൻറ്റ്, ഫോണ്ട് സ്റ്റൈല്, ഫോണ്ട് സൈസ്, ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരെണ്ണമുണ്ട്. ഇത്രയും ക്ലിയർ ആയതിനു ശേഷം അടുത്ത ക്ലാസ്സിൽ ഞാനത് പറഞ്ഞുതരാം.